ആർക്കും തുടങ്ങാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കേ ഇതിലുള്ളൂ. തീർച്ചയായിട്ടും ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് 2 ഇയറിനുള്ളിൽ ബ്രേക്ക് ഈവൺ ആവും. ഇതിന് ലേബർ കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി. അത് വൺസ് ഇത് സീഡ് കൊണ്ടുവന്ന് ട്രീറ്റ് കഴിഞ്ഞ് ഇതിൽ പ്ലേസ് ചെയ്ത് ഹാർവെസ്റ്റിംഗ് വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് സംഭവം സിസ്റ്റം. ഇപ്പോൾ കേരളത്തിലില്ല, വിദേശ രാജ്യത്ത് ഇരുന്നു ഇത് നിയന്ത്രിക്കാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ കുറച്ച് ഫോഗ് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ ഈ ഫോഗിലൂടെയാണ് നമ്മൾ ഇതിന് വേണ്ട ന്യൂട്രീഷൻസ് എല്ലാം ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്. കണ്ടോ, അത് നിങ്ങൾക്ക് കാണാം. ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ, ഹ്യൂമിഡിഫയർ, മറ്റുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അറിയാൻ പറ്റും. ഇവിടെ ഇതിൻ്റെ വില സ്റ്റേബിളായിരിക്കും, വില കുറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ വില വരുന്നത് ഏകദേശം 5 ലക്ഷം 6 ലക്ഷം രൂപ വിലയുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എയറോഫോണിക് സംവിധാനത്തിലാണ് ഇവിടെ ചെയ്യുന്നത് കൃഷി. ഇതിന് റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അത് എയറോഫോണിക്സ് ഹൈഡ്രോഫോണിക്സ് മിക്സ് ആക്കി നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു മറ്റൊരു വേറൊരു രീതിയിലുള്ളതാണ്. സോയിൽ മിക്സ്ചറാണ് ഇത്. നമ്മൾ കാശ്മീരിൽ ഇതിന് സമാനമായ രീതിയിലുള്ള മണ്ണ് ഇവിടെ ഉണ്ടാക്കിയെടുത്താണ്, ഇവിടുത്തെ മണ്ണിൻ്റെ തന്നെ. ഇത് കാശ്മീരിലെ മണ്ണെന്ന് പറയുമ്പോൾ ഇത് പാമ്പോറ എന്ന് പറയുന്ന സ്ഥലത്താണത് വ്യാപകമായി കൃഷിയുള്ളത്. അവിടുത്തെ സഫ്രോണിനാണ് മൂല്യമുള്ളത്. ഇത് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും. ഇതിൽ കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ടാണ് ഇതിലിരിക്കുന്നത്. നല്ലൊരു പഠനം ഇതിനാവശ്യമാണ്. അപ്പോൾ ഒരു വർഷങ്ങളുടെ പഠനം തന്നെ നടത്തി, ചുരുങ്ങിയത് ഒരു 3 വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു കർഷകൻ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ എത്ര എക്സ്പെക്ട് ചെയ്ത് തുടങ്ങണം ഒരു ഇൻവെസ്റ്റ്മെന്റ്? ചുരുങ്ങിയത് ഒരു 250 സ്ക്വയർ ഫീറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്കണോമിക്കലി അതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. സീഡ് മേടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സീഡ് സെലക്ഷൻ, സീഡിന് വളരെയധികം വില കൂടുതലാണ്. 2500 മുതൽ 3500 വരെ പെർ കിലോ വില വരുന്നുണ്ട്. ഇത് 8mm താഴെയുള്ള ഫ്ലവറാണ്. അത് കണ്ടോ, ഇത് ഇനി നമുക്ക് ഫ്ലവർ തരില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അടുത്ത കൊല്ലത്തെ ഇതിന്റെ ലൈഫ് എത്ര കാലമാണ്? ഇതിന്റെ ലൈഫ് എന്ന് പറയുന്നത് വെരി ലോങ് ആണ്. നമുക്ക് വൺസ് സീഡ് പർച്ചേസ് ചെയ്ത പിന്നീട് സീഡ് വാങ്ങേണ്ട ആവശ്യമില്ല. വിളിക്കുന്ന എല്ലാവർക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കില്ല, ചെറിയൊരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. മണ്ണിൽ ചെയ്യുന്നതിന്റെ 10 ഇരട്ടി നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. ഞാൻ ജെയിംസ് കാപ്പാനി, തൃശ്ശൂർ ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ചെയ്യുന്നത് സഫ്രോണിന്റെ കൾട്ടിവേഷനാണ്. അതായത് കുങ്കുമപ്പൂവിന്റെ കൃഷിയാണ്. സാധാരണയായി കാശ്മീരിൽ കണ്ടുവരുന്ന കുങ്കുമപ്പൂവിൻ്റെ കൃഷിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സാധാരണ എല്ലാവരും ചെയ്യുന്ന കൃഷികളിൽ നിന്നും വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു ഡിഫറൻ്റായ പ്രൊഡക്റ്റ് വേണമെന്ന് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പല എക്സ്പോർട്ടിൽ നമ്മളത് ആവശ്യമാണെന്നുള്ളത്, പല പ്രൊഡക്റ്റുകളും ആവശ്യമായി വന്നിരുന്നു. അപ്പോൾ അതിന് ഭാഗമായിട്ട് ഞാൻ അങ്ങനെ എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മുടേതായ സ്വന്തമായി നമുക്ക് മാർക്കറ്റിൽ എത്തിക്കണമെന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ സഫ്രോൺ എൻ്റെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ കാശ്മീരിൽ പോയി സഫ്രോൺ എങ്ങനെയാണത്, എന്തൊക്കെയാണ് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ തന്നെ പഠിച്ചു. ഇന്ത്യയുടെ മറ്റു പല സ്റ്റേറ്റുകളിലും പോയി ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇതെനിക്ക് ഇത് സമാന രീതിയിൽ മറ്റ് സ്റ്റേറ്റുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ബാംഗ്ലൂർ, പൂന അവിടെയൊക്കെ ഞാൻ പോയിരുന്നു. അവിടെ ചെയ്യുന്നുണ്ട്. ബീഹാറിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബീഹാറിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. അത് കഴിഞ്ഞ് കാശ്മീരിൽ നമ്മൾ ഒരു 6 മന്ത് അവിടെ സ്റ്റേ ചെയ്തു. ഇതിനെക്കുറിച്ച് കൃഷി, കുങ്കുമപ്പൂ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ, ഏത് രീതിയിലാണ് വളരുന്നത്, എങ്ങനെയൊക്കെയാണ് അതിന് വേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം നമ്മളിവിടെ തിരിച്ചു വന്നു. ഇവിടെ വന്ന് മറ്റു പല സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് പരീക്ഷണങ്ങളും റിസർച്ചും എല്ലാം നടത്തി. നമ്മൾ പല രീതിയിലുള്ള റിസർച്ചുകൾ നടത്തി. അപ്പോൾ മറ്റു പല പ്ലാന്റുകളിലും ചെയ്യുന്നത് എല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ പുതിയൊരു ടെക്നോളജി നമ്മൾ തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് എയറോഫോണിക് സംവിധാനത്തിലാണ് ഇവിടെ ചെയ്യുന്നത് കൃഷി. ഇത് കാണാൻ നിങ്ങൾക്ക് എയറോഫോണിക്സ്, അതായത് ഇതിന് റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, സ്പോട്ടായി നിൽക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിന് വേരോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഡയറക്റ്റ് ഫ്ലവറാണ് ഇത് നമുക്ക് കിട്ടുക. അപ്പോൾ ഫ്ലവറിങ്, അപ്പോൾ അത് അങ്ങനെ ആ രീതിയിലുള്ള കൃഷി രീതി നമ്മൾ ആരംഭിച്ചു. അപ്പോൾ അത് എയറോഫോണിക്സ് ഹൈഡ്രോഫോണിക്സ് മിക്സ് ആക്കി നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു മറ്റൊരു വേറൊരു രീതിയിലുള്ളതാണ്. സോയിൽ മിക്സ്ചറാണ് ഇത്. നമ്മൾ കാശ്മീരിൽ ഇതിന് സമാനമായ രീതിയിലുള്ള മണ്ണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്, ഇവിടുത്തെ മണ്ണിൻ്റെ തന്നെ. ഇവിടുത്തെ മണ്ണിലും വിളയിക്കാം എന്നുള്ളതിൻ്റെ, എങ്ങനെ വിളയിക്കാം എന്നുള്ളതിൻ്റെ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മണ്ണിന് പലവിധ ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം നടത്തി കാശ്മീരിന് സമാനമായ കാശ്മീരിലെ മണ്ണിന്, അതായത് ഇത് കാശ്മീരിലെ മണ്ണെന്ന് പറയുമ്പോൾ ഇത് പാമ്പോറ എന്ന് പറയുന്ന സ്ഥലത്താണത് വ്യാപകമായി കൃഷിയുള്ളത്. അവിടുത്തെ സഫ്രോണിനാണ് മൂല്യമുള്ളത്.
അപ്പോൾ ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും വില കൂടിയതുമായ സഫ്രോണ് കാശ്മീരിലെ പാമ്പോർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള സഫ്രോണാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ സഫ്രോൺ ബൾബുകൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ അതേ ടെക്സ്ചർ നമ്മളിവിടെ ഉണ്ടാക്കി അതിനനുസരിച്ചുള്ള മൂലങ്ങളൊക്കെ കൊടുത്താണ് ഇത് ഇവിടെ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഫ്ലവറിങ് സീസണിൽ മണ്ണോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിതുപോലെ ട്രേകളിൽ വെക്കുകയാണ്. ഇത് നോക്കുക, ഇതിലൊന്നിലും തന്നെ മണ്ണോ വേരോ ഒന്നും തന്നെ ഇല്ല. ഇതിൽ നമ്മൾക്ക് ഡയറക്റ്റ് ഫ്ലവറാണ് വേണ്ടി വരിക അടുത്ത ടൈമിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പരീക്ഷിച്ചു, അത് വിജയം കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ മണ്ണിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിലും നല്ല രീതിയിലുള്ള വളർച്ച കാണുന്നുണ്ട്. ഈ രണ്ട് രീതിയിൽ കൃഷി ചെയ്തപ്പോൾ തോന്നിയ വ്യത്യാസം എന്താണ്? ഇത് രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കും. ഇതിൽ കൂടുതൽ കൺജസ്റ്റഡ് ആയിട്ടാണ് ഇതിലിരിക്കുന്നത്, വളരെയധികം കൺജസ്റ്റഡ് ആണ്. ഇതിൽ നമുക്ക് ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഫ്ലവറിങ് സീസണിൽ ഈ കണ്ടീഷനിൽ മതി. ഇതിന് റൂട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നമുക്ക് ഫ്ലവർ തരും. അപ്പോൾ അതിന് ആ രീതിയിൽ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് എല്ലാ മൂലകങ്ങളും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ഈ രീതിയിൽ നടത്താം. ഇതിൽ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ ഇതിലൂടെ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കും. ഫ്ലേവറിങ്ങും കുറവായി കിട്ടുള്ളെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഫാസ്റ്റായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതി ചെയ്യുന്നത്. ഈ രീതി ഏതിലാണ് കൂടുതൽ ഇതിലും ചെയ്യാം, അതിൽ ആ രീതി രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു കൃഷി ഇപ്പോൾ ഒരുപാട് കേരളത്തിൽ അറിഞ്ഞു വരുന്നുണ്ടല്ലോ. അതെ. അപ്പം പുതുതായിട്ട് വരുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മളിപ്പോൾ ഇതിനെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ വളരെയധികം ശ്രദ്ധ വേണം ഇതിന്. ഇത് വളരെയധികം പഠനങ്ങൾക്ക് ശേഷമാണ് നമ്മളിത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷങ്ങളുടെ പഠനം തന്നെ നടത്തി. ചുരുങ്ങിയത് ഒരു 3 വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറയുന്നത് ബേസിക് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുക. ബേസിക് ട്രെയിനിങ്ങിന് ശേഷം നിങ്ങൾ നിരന്തരമായി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഇത് തുടങ്ങാവൂ. നല്ലൊരു പഠനം ഇതിനാവശ്യമാണ്. നമ്മളിപ്പോൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 1 ഡേ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്, ഒരു ദിവസത്തെ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൂടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ അതിനുശേഷം നിങ്ങൾ നിരന്തരമായി ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. എടുത്തു ചാടി തുടങ്ങിയത് എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം വെച്ചാൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും തുടങ്ങാം. ആർക്കും തുടങ്ങാവുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ടെക്നിക്കേ ഇതിലുള്ളൂ. അപ്പോൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ഇത് ആർക്കും നിഷ്പ്രയാസം കൃഷി ചെയ്യാവുന്നതാണ്. പക്ഷെ നല്ലോണം പഠിച്ചതിന് ശേഷം മാത്രം ഈ കൃഷി എന്നല്ല ഏത് കൃഷിയായാലും നല്ലോണം പഠിച്ചതിന് ശേഷം തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. നമുക്ക് മറ്റ് കൃഷികളെ അപേക്ഷിച്ച് ഇതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യമാണല്ലോ. സ്വാഭാവികമായിട്ടും ആദ്യമേ മുതൽ വരില്ലേ? അത് നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയെന്ന് അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മൾ ആ രീതിയിലുള്ളൊരു കാൽക്കുലേഷൻ നമ്മൾ എടുത്തിട്ടില്ല. ആ രീതിയിൽ തീർച്ചയായിട്ടും ഇതിന് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമുക്ക് 2 ഇയറിനുള്ളിൽ ബ്രേക്ക് ഈവൺ ആവും. അത് ഞാൻ 100% പറയുന്നു. ഒരു കർഷകൻ പുതുതായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ എത്ര എക്സ്പെക്ട് ചെയ്ത് തുടങ്ങണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്? ചുരുങ്ങിയത് ഒരു 10 lakhs to 12 lakhs മിനിമം സ്റ്റാർട്ട് ചെയ്യുക. അതിന് ശേഷം എക്സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ 150 സ്ക്വയർ മീറ്ററാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ അടുത്ത എക്സ്പാൻഷൻ എന്ന് പറയുന്നത് 5000 സ്ക്വയർ മീറ്ററിലാണ് എക്സ്പാൻഷൻ നമ്മൾ ചെയ്യുന്നത്. അത് മാത്രമല്ല മറ്റ് പല സ്റ്റേറ്റുകളിലും നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ ചെറുതിൽ നിന്ന് തുടങ്ങി വലുതിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എക്സ്പാൻഷൻ ചെയ്യാം. അത് പക്ഷേ എന്നിരുന്നാലും ഒരു മിനിമം ഒരു 250 ചെയ്യുക, അല്ലെങ്കിൽ 150 അല്ലെങ്കിൽ 250. എനിക്കിവിടെ സ്ഥലപരിമിതി മൂലമാണ് 150 സ്റ്റാർട്ട് ചെയ്തത്. 250 ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ 250 സ്ക്വയർ ഫീറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എക്കണോമിക്കലി അതിൽ നിന്ന് നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് മെയിൻലി വരുന്ന ഒരു റെഗുലർ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് ബില്ലായിരിക്കും അല്ലേ? ഇതിന് ലേബർ കോസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ബ്യൂട്ടി. അത് വൺസ് ഇത് സീഡ് കൊണ്ടുവന്ന് ട്രീറ്റ് കഴിഞ്ഞ് ഇതിൽ പ്ലേസ് ചെയ്ത് ഹാർവെസ്റ്റിംഗ് വരെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എൻട്രി ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് സംഭവം സിസ്റ്റം. അപ്പോൾ സിസ്റ്റം വഴി നമുക്ക് മോണിറ്റർ ചെയ്യാം. ഇപ്പോൾ കേരളത്തിലില്ല, വിദേശ രാജ്യത്തിരുന്നു ഇത് നിയന്ത്രിക്കാം. ഹാർവെസ്റ്റിംഗ് സമയത്ത് മാത്രം നമുക്ക് ഇതിലേക്ക് എൻട്രി ചെയ്താൽ മതി. അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സിസ്റ്റം വഴി ഓട്ടോമാറ്റിക്കായിട്ട് നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മാൻ പവർ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ തന്നെ അതുമാത്രമല്ല, ഇതിൽ കണ്ടാമിനേഷൻ വരില്ല, ഡിസീസ് വരില്ല. 100% ഓർഗാനിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കും കസ്റ്റമറിന്. അപ്പോൾ ഈ ഓർഗാനിക് നമ്മൾ മറ്റു പല കൃഷികളിലും പറയുന്നുണ്ടെങ്കിലും 100% ഓർഗാനിക് ആക്കാൻ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ അതിൻ്റെ പലവിധ കാരണങ്ങളെ കൊണ്ടാണ്. ഞാനും ഇവിടെ ഓർഗാനിക് ഫാമിങ്ങിന് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കും അതൊരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. ഇതിലെനിക്ക് 100% സാറ്റിസ്ഫൈഡ് ആണ്. 100% നമുക്ക് ഓർഗാനിക് പ്രൊഡക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യാതൊരു അൾട്രേഷനും വരില്ല, യാതൊരുവിധ പെസ്റ്റിസൈഡും യൂസ് ചെയ്യുന്നില്ല. ഒറ്റ
കറക്റ്റ് രീതിയിലും ഇത് ഫുള്ളി ട്രീറ്റ് ചെയ്ത് സ്റ്റെറിൽ ചെയ്തിട്ടാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹാർവെസ്റ്റിങ്ങിൽ മാത്രമേ നമ്മൾ ഇതിൻ്റെ ഭാഗത്ത് കയറുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ 100% നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. എന്ത് ഇതിൽ കീടാണും അല്ലെങ്കിൽ വിഷാംശം കലർന്നിട്ടില്ല എന്നുള്ളത് 100% നമുക്ക് 100% നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ്. പിന്നെ അത് മാത്രമല്ല, ഇതിന് നമുക്ക് യാതൊരുവിധ ന്യൂട്രീഷൻസും ഈ ഫ്ലവറിങ് സീസണിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് ന്യൂട്രീഷൻ എല്ലാം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി മറ്റു പാരാമീറ്റേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം. അത് നമ്മൾ ഹ്യൂമിഡിഫയർ വഴി സപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് പറഞ്ഞത്, ഹ്യൂമിഡിഫയർ വഴി. അത് ഇടവേളകളിലാണ് തീർച്ചയായിട്ടും. അതിൻ്റേതായ ഒരു ടെമ്പറേച്ചറും അതിൻ്റേതായ ഒരു പാരാമീറ്റേഴ്സ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന് വേണ്ട സമയാസമയങ്ങളിൽ ഫീഡിങ് വരും. അതിൻ്റെ ഞാനൊരു ഡെമോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ജസ്റ്റ് ഒരു ട്രയൽ എന്ന് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ? ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ ഇവിടെ കുറച്ച് ഫോഗ് വരുന്നത്, കണ്ടോ? അപ്പോൾ ഇതിങ്ങനെ ഈ ഫോഗിലൂടെയാണ് നമ്മൾ ഇതിന് വേണ്ട ന്യൂട്രീഷൻസ് എല്ലാം ഇപ്പോൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഓർഗാനിക്കാണ്, 100% ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ ഇതിൽ സപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ ബാക്ക് എൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഈ ഫോഗിൻ്റെ? അതിന് മെഷീനറി ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ടോ? ഇത് 100% pH മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാട്ടറാണ് അതിൽ വരുന്നത്. അപ്പോൾ വാട്ടറിൽ നമുക്ക് ഇതിനാവശ്യമായ ന്യൂട്രീഷൻസ് 100% ഓർഗാനിക് ആയിട്ടുള്ളത് നമ്മൾ ഇതിന് കൊടുക്കുന്നു. വേണ്ട, അത് നമുക്കാണ് ഇപ്പോഴത്തെ കറണ്ട് ടെമ്പറേച്ചർ, ഹ്യൂമിഡിഫയർ, മറ്റുള്ള പാരാമീറ്റേഴ്സ് എല്ലാം അറിയാൻ പറ്റും. ഇവിടെ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ അല്ല, ഇത് ഡെയിലി തന്നെ അപ്പ് ഡൗൺ ഉണ്ട്, വ്യത്യസ്തമായിരിക്കും. അത് മാനുവലാണോ ഓട്ടോമാറ്റിക്കാണോ? എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ ഒരു വിപണന സാധ്യത എത്രത്തോളമാണ്? ഇവിടെ മാർക്കറ്റിൽ ആവശ്യമുള്ളതിൻ്റെ 10% മാത്രമാണ് ഉൽപ്പാദനമുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വിപണിയുണ്ട്. ആർക്കും കൃഷി ചെയ്യാം. എത്ര പേര് കൃഷി ചെയ്താലും നിലവിലെ സാഹചര്യത്തിൽ ഇത് പെട്ടെന്നൊന്നും മേക്കപ്പ് ആവില്ല, കവർ ചെയ്യാവില്ല. കാരണം വെച്ചാൽ 10% ഉൽപ്പാദനമുള്ളൂ, 90% ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് കാശ്മീരി സഫ്രോണിനാണ് ഏറ്റവും മൂല്യം കൂടിയത് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില സ്റ്റേബിളായിരിക്കും, വില കുറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിലവിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടാനില്ല. ഇവിടെ കൂടുതലും 90% ഇമ്പോർട്ട് ആയതുകൊണ്ട് അതിൻ്റെ വിലയും ഇതിൻ്റെ വിലയും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇപ്പം എത്രയാണ് വില വരുന്നത്? ഇപ്പം നമ്മൾ വില വരുന്നത് ഏകദേശം 5 ലക്ഷം 6 ലക്ഷം രൂപ വിലയുണ്ട് കിലോയ്ക്ക്. ഇന്റർനാഷണൽ മാർക്കറ്റാണോ ഇതിനകത്ത്? ഇന്റർനാഷണൽ മാർക്കറ്റും ഉണ്ട്, ഡൊമസ്റ്റിക് മാർക്കറ്റും ഉണ്ട്. ലോകത്തിൽ തന്നെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് വലിയൊരു വിപണിയാണ്. നമ്മൾ ഇന്റർനാഷണൽ ഡെഫിനറ്റ് ആയിട്ടുണ്ട്, ഞാൻ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആവശ്യക്കാരൻ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സാധാരണ കർഷകന് അത്ര എളുപ്പമല്ലല്ലോ. കാരണം ഇത് നമുക്ക് മറ്റുള്ള വിളകൾ പോലെ പെട്ടെന്ന് ആവശ്യക്കാരെ കിട്ടില്ലല്ലോ. നമുക്ക് ഇത് എല്ലാ വീടുകളിലും ഓൾമോസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിപണി വളരെ വലിയ വിപണിയാണ്. ലോക വിപണിയുടെ പകുതിയോളം ഉപഭോഗം നടത്തുന്നത് ഇന്ത്യയാണ്. ഒരു വ്യക്തി തന്നെ എന്നിൽ നിന്നും 1 കിലോ കുങ്കുമപ്പൂ വാങ്ങിയിട്ടുണ്ട്. ഒരു വ്യക്തി തന്നെ, വ്യക്തിയുടെ സ്വന്തം ആവശ്യത്തിനായിട്ട്. അപ്പോൾ അത്രയും വലിയ രീതിയിലുള്ള മാർക്കറ്റ് ഇവിടെ ഉണ്ട്. നമ്മൾക്ക് അതിനനുസരിച്ച് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ 5000 സ്ക്വയർ മീറ്റർ എക്സ്പാൻഷന് വേണ്ടി നോക്കുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ മാത്രമല്ല മറ്റ് സ്റ്റേറ്റുകളിലും പ്ലാനിങ്ങിലാണ്. സീഡ് കൊണ്ടുവരുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. സീഡ് ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എന്ന് പറയുന്നത്. സീഡ് സെലക്ഷനിലാണ് വളരെ ചെയ്യുന്നത്. 8 mm മുതൽ 12 mm വരെയുള്ള സീഡുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്ലവർ കിട്ടുക, നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവർ തരുന്നത്. 8 mm താഴെയുള്ള ബൾബുകൾ നല്ല ഫ്ലവർ തരില്ല, ഫ്ലവറിങ് ഉണ്ടാവില്ല. അപ്പോൾ സീഡ് മേടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് 8 mm താഴെയുള്ള ഫ്ലവറാണത്, കണ്ടോ? ഇത് ഇനി നമുക്ക് ഫ്ലവർ തരില്ല. പക്ഷെ എന്ന് വെച്ചാൽ ഇതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അടുത്ത കൊല്ലത്തെ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബേബി കോം ജനറേറ്റ് ചെയ്യുന്നതിന് ഇത് ഉപയോഗിക്കാം. നമ്മൾ ശ്രദ്ധിക്കണം സീഡ് സെലക്ഷൻ. സീഡിന് വളരെയധികം വില കൂടുതലാണ്. സീഡിന് വരുന്നത് ഏകദേശം 2500 മുതൽ 3500 വരെ പെർ കിലോ വില വരുന്നുണ്ട്.
അപ്പോൾ സീഡ് സെലക്ഷനിൽ വളരെ കൃത്യത. അതുമാത്രമല്ല, അത് കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഇതിന് കറക്റ്റായ പ്രോപ്പർ എയറേഷൻ കിട്ടണം. ജലാംശം അതിൻ്റെ ഉള്ളിൽ, ഊഷ്മാവ് അധികം വരാൻ പാടില്ല. അപ്പോൾ അതേ രീതിയിൽ നല്ല കൃത്യമായ രീതിയിൽ പ്രോപ്പറായിട്ട് കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ വന്ന് ട്രീറ്റ് ചെയ്യണം. കൃത്യമായി പരിചരണം കൊടുക്കണം. അതിന് കൃത്യമായി ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിനുള്ളിലേക്ക് കയറ്റാവൂ. ഇതിനുള്ളിൽ ചെയ്യുമ്പോൾ ഇത് ഈ റൂമിനെ നമ്മൾ ട്രീറ്റ് ചെയ്ത് വളരെ ഹൈജീനിക് ആക്കി എടുക്കണം. കണ്ടാമിനേഷനൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്തെടുക്കണം. അതിന് ശേഷമാണ് ഇതിൻ്റെ വൺസ് ഇതിൻ്റെ ഉള്ളിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മോണിറ്ററിങ് നമുക്ക് സിസ്റ്റം ഉണ്ട്. സിസ്റ്റം വഴിയാണ് നമ്മൾ മോണിറ്റർ ചെയ്യുന്നത്. ഇതിൻ്റെ ലൈഫ് എത്ര കാലമാണ്? ഇതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് വെരി ലോങ് ആണ്. നമുക്ക് വൺസ് സീഡ് പർച്ചേസ് ചെയ്താൽ പിന്നീട് സീഡ് വാങ്ങേണ്ട ആവശ്യമില്ല. 10 മുതൽ 15 വർഷമാണ് ഇതിൻ്റെ കാലാവധി, ഒരു സീഡിൻ്റെ കാലാവധി. അപ്പോൾ വൺസ് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ അതാണ് പറഞ്ഞത്, ഞാൻ സീഡ് വാങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. സീഡിന് ഇത്രയും കോസ്റ്റ്ലി സീഡായതുകൊണ്ട് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇത്രയും ദൂരം 3000-4000 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമ്മളത് അത്രയും കെയർഫുള്ളായിട്ട് കൊണ്ടുവരണം. റിപ്പീറ്റ് ചെയ്ത് നമുക്ക് റീപ്രൊഡക്ഷൻ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2 ഇയറിൽ ബ്രേക്ക് ഇവൺ ആണെന്ന് പറഞ്ഞത്. 1 ഇയറിൽ തന്നെ ബ്രേക്ക് ഇവൺ ആവും. സീഡ് വാങ്ങുന്ന ഒരാൾക്ക് ഏതാണ് ബെറ്റർ ഒരു ഓപ്ഷൻ? ഡെഫിനറ്റ്ലി കാശ്മീർ. വേറെ എങ്ങൊന്നും വാങ്ങരുത്. അല്ല, കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങാന്നുള്ളതാണ് ഏറ്റവും ഉചിതമായത്. ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കഴിഞ്ഞാൽ പലവിധ ചതികളിലും പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ നല്ല ഏജൻറ്റും ഉണ്ട്, മോശം ഏജൻറ്റുമാരും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ പരമാവധി കർഷകരുടെ കയ്യിൽ നിന്ന് വാങ്ങുക, ഏജൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ കൃത്യമായി ഇൻഷുർ ചെയ്ത് വാങ്ങാം. ഇൻഷുർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ കൃത്യമായി ഡോക്യുമെൻറ്റേഷനിൽ വാങ്ങുക എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. കൃത്യമായി നമ്മൾ പറയുന്ന അളവ് കാര്യങ്ങളെല്ലാം കൃത്യമായി ഡോക്യുമെൻ്റ് ചെയ്യുക. ഡോക്യുമെൻ്റ് ചെയ്ത് വാങ്ങി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല. ഇൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവുന്നില്ല സീഡിൽ, വിത്തിൽ. ഈ കാശ്മീർ ഇപ്പം നാട്ടിലുള്ള ഒരാൾക്ക് ആദ്യമായിട്ട് കൃഷി തുടങ്ങണം, സീഡ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺടാക്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കർഷകനെ പോയി കണ്ടുമുട്ടി അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഇതിലാണെങ്കിൽ നമ്മളുടെ കോൺടാക്ട് പോയിന്റുകൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ പ്രശ്നമില്ല. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നവർക്ക് നമ്മൾ കോൺടാക്റ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഏത് ചെയ്യുന്നതായിരിക്കും നല്ലത്? ഇപ്പോൾ 2 ടൈപ്പ് ഓഫ് രണ്ടും വേണ്ടി വരും. 2 രീതിയിൽ നമുക്ക് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ എയറോഫോണിക്സിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് മടങ്ങി വരണം. അതായത് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് നമുക്ക് ഈ സിസ്റ്റത്തിലോട്ട് മടങ്ങി വരണം. അപ്പോൾ അതുകൊണ്ട് തുടക്കം മുതലേ ഇത് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഫസ്റ്റ് ഇത് ചെയ്യുക, അതിന് ശേഷം ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഏരിയ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. അത്രയും സമയം ഏരിയ ഇത് ചെയ്യുന്നതിനോ ഇതിന് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കാര്യമായിരുന്നില്ല. ഒരു ജസ്റ്റ് റണ്ണിങ് കോസ്റ്റ് എന്നുള്ള ലെവലിലേ ഇത് വരുന്നുള്ളൂ. ഇതെങ്ങനെ ഇവിടെ നിന്ന് സെറ്റ് കൊടുക്കുന്നതാണോ? ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഈ മണ്ണെങ്ങനെ സെറ്റ് ചെയ്യുമെന്നുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പറയുന്നതാണോ, അതോ മണ്ണ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്? മണ്ണ് ട്രെയിനിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കില്ല. മണ്ണ് സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. നമ്മൾ അതിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കും. ട്രെയിനിങ്ങിൽ കൊടുക്കും. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് എല്ലാ ഭാഗങ്ങളും നമ്മൾ ട്രെയിനിങ്ങിൽ കൊടുക്കും. ട്രെയിനിങ് ഉണ്ട്, അതിന് ചെറിയൊരു ഫീസ് ഉണ്ട്. അതായത് ഇത് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കില്ല. അത് അത്രയും താല്പര്യരാണ് അത് ചെയ്യാൻ. അവർ സ്ക്രീനിങ്ങിന് ശേഷമാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. വിളിക്കുന്ന എല്ലാവർക്കും നമ്മൾ ട്രെയിനിങ് കൊടുക്കില്ല. ഒരു ചെറിയൊരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. അതായത് ഇത് വിത്ത് വളരെ പ്രീഷ്യസ് ആണ്. വിത്ത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ സ്ക്രീനിങ്ങിൻ്റെ മാനദണ്ഡം. അല്ലാതെ വേറെ ഒരു മാനദണ്ഡവും ഇല്ല. ആർക്കും കൃഷി ചെയ്യാം, ആർക്കും ഈ മേഖലയിലേക്ക് കയറുന്നു വരാം. പക്ഷേ വിത്ത് വളരെ പ്രീഷ്യസ് ആയതുകൊണ്ട് നമ്മൾ ചെറിയൊരു സ്ക്രീനിങ് അത് അവർ നശിപ്പിക്കില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുന്നു. അതായത് നമുക്ക് അവർ കൺവിൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഉൾപ്പെടുത്തും ആരായാലും. ഇതിൻ്റെ വേറൊരു കാൽക്കുലേഷൻ പറഞ്ഞുതരാം. നമുക്ക് 10 ഇരട്ടി, അതായത് മണ്ണിൽ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. 10 ഇരട്ടി, മിനിമം 10 ഇരട്ടി മിനിമം. അത് തന്നെ ഒരു ബെനിഫിറ്റാണ്. ഒരു ഏക്കറയിൽ ചെയ്യുന്ന കൃഷി വളരെ സിമ്പിളായിട്ട് നമുക്കൊരു കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ കൃഷി ട്രെയിനിങ് മാത്രമല്ല, നമ്മൾ ഫ്രാഞ്ചൈസിയും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫ്രാഞ്ചൈസി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് ഒരു ഫ്രാഞ്ചൈസി പോയിട്ടുണ്ട്, പിന്നെ പാലക്കാട് ഒരു ഫ്രാഞ്ചൈസി പോയിട്ടുണ്ട്, കോയമ്പത്തൂരായിട്ട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഹിമാചൽ പ്രദേശിലും ഒരു ഫ്രാഞ്ചൈസി നോക്കുന്നുണ്ട്. ഫ്രാഞ്ചൈസിക്ക് എന്തൊക്കെ സപ്പോർട്ടാണ് കൊടുക്കുന്നത്?
ഫ്രാഞ്ചൈസി എന്ന് പറഞ്ഞാൽ ഫുള്ള് ഇത് ഓട്ടോമേറ്റേഷൻ ആയതുകൊണ്ട് ഫുള്ള് നമ്മൾ ഇവിടെ നിന്നായിരിക്കും നിയന്ത്രിക്കുക. ആ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് നിയന്ത്രണം ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെയായിരിക്കും. ആ അപ്പോൾ അവർക്ക് അവിടെ അതിൽ എന്തെങ്കിലും പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഇൻഫോം ചെയ്യും, ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതവിടെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ചെയ്യും. അപ്പോൾ ഫ്രാഞ്ചൈസിയിൽ അപ്പോൾ അവർക്ക് കാര്യമായ കാര്യങ്ങളൊന്നും ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ ഫ്രാഞ്ചൈസി ആയതുകൊണ്ട് ലാസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ തിരിച്ചെടുക്കും. അപ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നം വരുന്നില്ല, ആഫ്റ്റർ സെയില് പ്രശ്നമില്ല. അപ്പോൾ എല്ലാവരും പറയുന്നത് ഇത് എങ്ങനെ മാർക്കറ്റ് കണ്ടെത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കുന്നത്. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് ടെൻഷൻ വേണ്ട.